ഇവിടെ ജനങ്ങൾ ഒരു പ്രധാന ചോയ്സ് എടുക്കേണ്ട ഒരു സമയമായി മാറുകയാണ്. അവരുടെ MLA ആയിരുന്ന PV അൻവറിനെ തുടരണമെന്നാണെങ്കിൽ എന്തിനാണ് അൻവർ രാജിവെച്ച് പോയത്? അൻവർ എവിടെയായിരുന്നു? അൻവർ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അപ്പോൾ ആ ഇടതുപക്ഷം കൊള്ളില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന PV അൻവറാണ്. PV അൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടർ. ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കനെ പോലെ കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി 2 ആഴ്ചയുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താനൊക്കെ സാധിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. അതിവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ അതിനിടയിൽ BJP എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. BJP നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി നിർത്താതിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ മോഹൻ ജോർജിനെ നിർത്തുന്നു. മലയോര മേഖലയിലെയും ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മറ്റ് കുറെ വോട്ടുകൾ കൂടി അവിടെ NDA സമാഹരിക്കും. എന്നാലും K സുരേന്ദ്രൻ പിടിച്ച 17,000 അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യത നിലമ്പൂരിൽ BJPക്ക് ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെ രാഷ്ട്രീയ കേരളത്തിന്റെ നല്ല കാതലുള്ള ഒരു വിജയമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ്. അതിപ്പോൾ വഴിക്കടവും മൂത്തേടവും ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്വാധീന മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രചാരണത്തിലായാലും അതുപോലെ എടക്കര, ചുങ്കത്തറ, കരുളായി ഇവിടെ UDFന് മുൻതൂക്കമുണ്ടെന്ന് UDF അവകാശപ്പെടുമ്പോൾ അവിടെ LDF കൃത്യമായി കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പോക്കറ്റുകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ, നിലവിലെ സ്വാധീനം ഇരട്ടിപ്പിക്കാൻ LDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോത്തുകൽ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും പൂർണ്ണമായും ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 2 ആഴ്ചത്തെ പ്രചാരണം കൊണ്ട് LDFന് ചെല്ലാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ടു M സ്വരാജാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും അതുകൊണ്ടാണ് M സ്വരാജിന്റെ സാധ്യതയെപ്പറ്റി പറഞ്ഞത്. അമരമ്പലം പഞ്ചായത്തിൽ കിട്ടിയ വോട്ടാണ് കഴിഞ്ഞ തവണ VV പ്രകാശ് എന്ന ജനകീയനായ നിലമ്പൂരിന്റെ പൾസറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് അൻവറിന് വിജയം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അമരമ്പലം പഞ്ചായത്താണ്. 2700 വോട്ട് എങ്കിലും പിടിക്കാൻ പറ്റിയത് അമരമ്പലം പഞ്ചായത്ത് കൊണ്ടാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലെയും സാധ്യതകൾ, അതുപോലെ ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ, ഈ ഒരു മണ്ഡലമല്ലേ ഉള്ളൂ, അപ്പോൾ അതിലെ ഓരോ ഇടത്തെയും പ്രശ്നങ്ങൾ എടുത്ത് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. എന്തായാലും കൃത്യമായ വിഷയങ്ങൾ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ആയി അവർക്ക് തോന്നുക കൂടിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വിജയം പോകും. അല്ലാതെ പഴയകാല ചരിത്രം അതിനനുസരിച്ചിട്ടുള്ളൊരു ജനവിധിയൊന്നും നമുക്ക് ഈ പുതിയ കാലത്ത് 2025 നിലമ്പൂരിനെ കുറിച്ച് പറയാൻ കഴിയില്ല. UDF ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിക്കാൻ ലീഗിന് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്.